Hello, welcome back my channel. Okay, നമ്മളിതിലൂടെ പറഞ്ഞ പോലെ തന്നെയാണ് ഐക്യ ഓപ്ഷനിലൂടെ ഇങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രസകരമായുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനും ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് കണ്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇതിനകത്തുള്ള ലൂസർ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ട്രേഡ് ഫ്ലോപ്പായിട്ടുള്ള, അതായത് നമുക്ക് ട്രേഡ് നഷ്ടപ്പെടുന്നത് ഇതിനകത്ത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം കിട്ടുന്നത് മാത്രമേ കാണിച്ചു കൊടുക്കുന്നു. അതായത് ഇപ്പോൾ 10-15 ട്രേഡ് ലോസ് ആയിരിക്കും, പക്ഷേ ഒറ്റ ട്രേഡെങ്കിലും വിജയിച്ചിട്ടുണ്ട്. ആ ഒറ്റ ട്രേഡ് വിജയിക്കുന്നത് മാത്രമായിരിക്കും ഇവർ വീഡിയോ എടുത്ത് ചെയ്യുക. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവായിട്ട് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇന്ന് 27 ജൂൺ, ഇവിടെ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ചാനൽ നോക്കിയാൽ, നമ്മുടെ വീഡിയോസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ ചാനൽ ഒരിക്കലും എഡിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എടുക്കുന്ന സാധനം എഡിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത് കൂടുന്നത് വീഡിയോസ്. ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ട്രേഡ് ഇങ്ങനെ അപ്പും മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കട്ട് ചെയ്യാണ്ട് അതിനിങ്ങനെ എന്താ പറയുക, കുറച്ച് ഫാസ്റ്റ് ആക്കുന്ന പോലെ ഒന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. ആ ഭാഗം മാത്രം ഒന്ന് സ്പീഡ് കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന സമയങ്ങളിൽ വേഗം കാണാൻ പറ്റും. അങ്ങനെ തന്നെ ഈ വീഡിയോ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, QR കോഡ് വഴി നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. QR കോഡ് വഴിയൊന്നുമല്ല, ഇതിനകത്ത് നമ്മൾ സ്ക്രില്ല് വഴി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ സ്ക്രില്ലിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാഴ്ചയിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ സ്ക്രില്ല് വഴി ചെയ്യാനായിട്ട് പറയുന്നത്. കാരണം മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇവർ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാർഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാർഡിലേക്ക് പോകുമ്പോൾ ഡോളറിലേക്ക് പോവുക. ഡോളർ വെച്ച് വിഡ്രോ ചെയ്യാനും പറ്റില്ല. ചെയ്യുന്ന സമയത്താണ് ഇത്ര ടൈം പീരീഡ് പറയും ചെയ്യും. അപ്പോൾ അതിനും വേറെ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്ക്രില്ലോ നെറ്റ്ലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടും, വേഗം തന്നെ കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട, കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ലൈവായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് USD JPY ആണ് നോക്കുന്നത്. ഇതിലൊരു USD, ഇത് ഇതാണ് OTC മാർക്കറ്റാണ്. ഇതിൽ മാക്സിമം ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇതിലൊന്നും നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കുക. ഈ ഒരു എന്താ പറയുക, ഇത് ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്ററാണിത്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെറുതായിട്ട് ചെയ്തു തരാം. കാരണം ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. ഒരു 10 ട്രേഡൊക്കെ എടുക്കുക. ഇതിലൊക്കെ ഒറ്റ തവണ മാത്രം നമ്മൾ വിന്നിങ് കാണാൻ നോക്കുക. ഒരു ദിവസം ഒറ്റ വിന്നിങ് മാത്രം നോക്കാൻ വേണ്ടി നിൽക്കാം. അതായത് മൾട്ടിപ്ലിക്കേഷനായിട്ട് ഇപ്പോൾ 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ $2 ഇടുക, 2 ആണ് പോകുന്നെങ്കിൽ $3 ഇടുക, 3 ആണ് പോകുന്നെങ്കിൽ 2 ആണ് പോകുന്നെങ്കിൽ നമ്മൾ $4 ഇടുക, പിന്നെ 4 പോവുകയാണെങ്കിൽ നമ്മൾ $8 ഇടുക, 8 പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതിന് ഡബിളായിട്ട് പോവുക. അതിൽ ഏതെങ്കിലും ഒന്ന് വിന്നാവുകയാണെങ്കിൽ അവിടെ കളി നിർത്തുക. പിന്നെ ഇത് കളിക്കേ പാടില്ല, പിന്നെ നിർത്തി പൊക്കൂടുക, പിന്നെ പരിപാടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചിലപ്പം നമ്മൾ പറയുന്ന രീതിയൊന്നും ചില ആൾക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കണ്ടെത്തേണ്ട ഒരു ഇതാണിത്. ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് നോക്കിയിട്ടില്ല. ഞാനിത് ചെയ്ത് 3-4 ട്രേഡൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിന്നിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ അധികം നോക്കാറില്ല. ഇൻഡിക്കേറ്റേഴ്സിനെക്കാട്ടും എനിക്കിഷ്ടം എനിക്കിങ്ങനെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിനെ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മൂഡാണ്. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്നൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ലോസ് വിടും കേട്ടോ. നമുക്കങ്ങനെ കള്ളത്തിന് പരിപാടി തരില്ല. നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് തന്നെ ഇടും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ട്. നമ്മൾ ഡൗൺ അടിച്ചു നോക്കാം. ഡൗൺ ആണ് അടിക്കുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് അടിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇത് വെച്ചിട്ട് സ്പീഡർ വെച്ചിട്ട് കുറച്ച് സ്പീഡായിട്ട് കാണിക്കും കേട്ടോ. ഓക്കെ, നമുക്കിവിടെ ലോസാണുള്ളത്. $10 നമുക്കിവിടെ ലോസാണ്. ഓക്കെ, പക്ഷേ അടുത്തത് വിന്നിങ് ആവും. നോക്കാം. ഞാൻ ഒറ്റ ട്രേഡേ ചെയ്യുന്നുള്ളൂ. ഒരു 50-ൻ്റെ ഒരു ട്രേഡ് എടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിത് അധികം ഇട്ട് കളിക്കുകയും ചെയ്യരുത്.
കുറഞ്ഞ പൈസ മാത്രം ഇട്ട് കളിക്കുക. $1 അങ്ങനെ എന്തെങ്കിലും ഇട്ട് $1 ഇട്ട് കളിച്ചാൽ മതി. ഇനി $1 പൈസ കളിക്കണമെന്നില്ല ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. കാരണം ഈ അക്കൗണ്ടിൽ $വൈസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വലിയൊരു എമൗണ്ട് ഇട്ടാലേ കളിക്കാനായിട്ട് പറ്റുള്ളൂ നമുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു വേറൊരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? INR കൊടുക്കണം. ഞാൻ USD കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ INR കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് INRൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. INR ആണ് കുറച്ചും കൂടെ നല്ലത്. INRൽ കളിച്ചാൽ കുറച്ച് സുഖമായിട്ട് കളിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ വിന്നിങ് ആണ്. നേരത്തെ ഒരു $10 പോയെങ്കിലും നമുക്കിവിടെ $44.69 നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു $30-something കിട്ടി എന്ന് കണക്ക് കൂട്ടാം. ഏകദേശം ഒരു 3000 രൂപേൻ്റെ അടുത്ത്, അത്ര മാത്രമേ ഉള്ളൂ. 3000 ഉണ്ടാവില്ല അല്ലേ? ഏകദേശം 2000-something 2500 രൂപേൻ്റെ അടുത്ത് നമുക്ക് ഒറ്റ ട്രേഡ് നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കളിക്കണ്ട. നമുക്കിത് നോർമലായിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിൽ കയറുക. ഇന്ത്യൻ മണിയിൽ കയറിയിട്ട് കുറഞ്ഞ പൈസ, അതായത് നിങ്ങൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എത്ര രൂപയാണോ, എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഈ INRലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡെപ്പോസിറ്റ് $1 ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ $1 കിട്ടുമെങ്കിലും മറ്റേകത്ത് $1 കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ അത് നോക്കുക, ഏത് ഡോളറാണ് കിട്ടുക എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഇന്ത്യൻ മണിയിൽ കയറുമ്പോൾ എത്ര രൂപ ഇടാൻ പറ്റുക നോക്കുക. ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇമെയിൽ ഐ ഡി ഒക്കെ മാറ്റണം. ഇമെയിൽ ഐ ഡി ഒക്കെ മാറ്റി ഒരു പുതിയ അക്കൗണ്ടിനെ ഇതിൻ്റെ അകത്ത് എടുക്കണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ മാക്സിമം പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതിലങ്ങനെ കളിക്കുക. അതിൽ ഇട്ടതിന് ശേഷം ഇതേ രീതിയിൽ കളിക്കാനായിട്ട് നോക്കുക. നമുക്കൊരു ഒറ്റ സിംഗിൾ വിന്നിങ് എന്നുള്ള രീതിയിൽ പോവാം. മൾട്ടിപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി ഫണ്ട് വേണം. 10 രൂപയാണ് നമ്മൾ ആദ്യം ഇടുന്നതെങ്കിൽ നമുക്ക് 10 രൂപ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തിടേണ്ടത് 20 രൂപയാണ്. 20 രൂപ നമുക്ക് ഇടാൻ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആ 20 രൂപയ്ക്ക് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഫണ്ട് അതിനകത്ത് വേണം. 20 രൂപ പോകണമെങ്കിൽ 40 രൂപ ഇടുക, 40 രൂപ വേണ്ടി 50 രൂപ ഇടുക. അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടിട്ട് പോവുക. ഇതൊന്നും ഒരാളും ഈ ഇങ്ങനത്തെ ട്രേഡിങ്ങിൽ പഠിപ്പിച്ച് തരില്ല. നമ്മൾ പിന്നെ നമുക്ക് കിട്ടിയ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇതുപോലെ ആരും അങ്ങനെ ലോസ് കാണിച്ചു തരില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ $10 ലോസ് പോകുന്നത് കാണിച്ചു തന്നു. ഞാൻ പക്ഷേ $50 ഇട്ട് എനിക്ക് 100% ഉറപ്പായിരുന്നു അത് ഡൗണിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഡൗണ് ഓട്ടോമാറ്റിക്കലായിട്ട് കണ്ടോ, ഇവിടെ വന്ന ഈ റെഡായിരുന്നു ഉണ്ടായത്. ഈ റെഡിൽ നിന്ന് നമ്മൾ ഇത് കൊടുത്തത് ഈ പോർഷൻ നമ്മൾ ആ റെഡ് എടുത്തത്, ആ റെഡിൻ്റെ ഈ പോർഷനായിരുന്നു. പക്ഷെ ആ പോർഷൻ എത്ര വരെ വന്നുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. പക്ഷേ പിന്നീട് അത് ഗ്രീനായിട്ട് മാറി. പക്ഷെ ആ ഒരു അപ്പോഴുള്ള ക്യാൻഡിൽ സിക്സ് എന്താണെന്നുള്ളത്, അതായത് ആ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 1 മിനിറ്റിലേക്ക് ആ ക്യാൻഡിൽ സിക്സിൻ്റെ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് ഡൗണ് കൊടുത്തിട്ട് 50 എടുത്തിട്ടത്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളൂ. ഇപ്പം ഞാനിത് ഇങ്ങനെ ഓപ്ഷനായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നാലും കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ നിങ്ങളെ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതും വേണമെങ്കിൽ പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം അങ്ങനെ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ. കാരണം അത് നമ്മുടെ എന്താ പറയുക ഗ്രാഫ് വരച്ചിട്ടോ അതുപോലെ തന്നെ ഫുൾ ക്യാൻഡിൽസ് നമ്മൾ എന്താ പറയുക 10 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഒന്നും ക്യാൻഡിൽസ് വെച്ചിട്ട് ചെയ്യുന്നല്ല. എത്രത്തോളം ആക്യുറസി ഉണ്ടാവുന്നൊന്നും നമുക്ക് ആ ഒരു ക്യാൻഡിൽസ്. അപ്പോൾ നോർമൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വലിയ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് വേഗം മനസ്സിലാവും. പക്ഷേ നമുക്ക് അത്ര കിട്ടില്ല. നമ്മൾ ഈ ചെറിയ സെക്കൻഡുകളിലുള്ള പരിപാടികളായതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഇതിൻ്റെ വിന്നിങ് റേഷ്യോ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊരു 3 ഇൻഡിക്കേറ്റർ ചേർന്നൊരു ഇൻഡിക്കേറ്റർ കണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. 3 എന്ന് കണ്ട ഒരു 3 ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിന് റൊട്ടേഷൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോഴും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ചാനൽ തുടങ്ങാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത് വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. നിങ്ങളെല്ലാവരും കൂടെ വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ടെലിഗ്രാം ചാനൽ ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ ഇത് ഒരിക്കലും റെക്കമെൻഡേഷനൊന്നുമല്ല, ഇതിൻ്റെ ട്രേഡിംഗ് കമ്പനി ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് നമുക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഇങ്ങനത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പറയും കേട്ടോ, മറ്റേ ഈ സ്ട്രക്ചറും കാര്യങ്ങളും വരച്ച് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് അല്ല. ഇതുപോലുള്ള ഇപ്പോൾ ബിനാമ ആണെങ്കിലും ഒലിം ട്രേഡിലാണെങ്കിലും നമുക്ക് നോക്കാം. ഒലിം ട്രേഡിൽ ഞാൻ ചെയ്തൊരു വീഡിയോ നമ്മുടെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, എന്തിൽ നമ്മുടെ ഷോർട്സിൽ കിടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഷോർട്സിൽ വേണമെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഒളിമ്പ് ട്രേഡിൽ എടുത്താണ്, ഇന്ന് രാവിലെ ഒക്കെ എടുത്തതിൻ്റെ ട്രേഡ് ഉണ്ട്. ഒളിമ്പ് ട്രേഡിൽ ഇന്ന് എടുത്ത വേറൊരു ട്രേഡുണ്ട്. പക്ഷേ ഒളിമ്പിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, വെറും $1 വെച്ചിട്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.